കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കിടക്കുന്നുണ്ട്. അല്ല അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാനിത് ഈ പരിപാടി നിർത്തി സിനിമ അങ്ങനത്തെ ഒരു ബേസിലാണ് പോണത്. എന്നാലും സ്റ്റേജിൽ ഞാൻ ഇനോഗ്രേഷൻ പരിപാടിക്ക് ചെല്ലുമ്പോൾ രണ്ടെണ്ണം എന്തെങ്കിലും ചെയ്യാൻ പറയും. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അപ്പൊ ഞാനിത് പോളിഷ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, പഴയ കാലത്ത് അനുകരണമാണ് ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരാണ്, എന്ത് വെറുപ്പീരായിരുന്നു. ചെയ്തില്ലെങ്കിൽ അവന് ജാടയെന്ന് പറയും. ചെയ്ത് കഴിയുമെന്ന് പറയും എഡിറ്റ് ചെയ്തിട്ട് സുരേഷ് ചേട്ടനെ ട്രോളി, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇത് ടിനിട്ടോം തന്നെയാണല്ലോ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താണെന്നറിയോ, സിനിമയിൽ വരുമ്പോൾ നമ്മൾ ആരെ അനുകരിക്കരുത്, ടിനിട്ടോം തന്നെ ആവണം. അപ്പൊ അതെനിക്ക് ഗുണമാണ്. ഇയാൾ എന്തൊക്കെ കാണിച്ചാലും ടിനിട്ടോം ആയിരിക്കും എന്ന് പറയുമ്പോൾ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമല്ലോ. സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഒരു സിനിമയിൽ ഞാൻ ആരെ അനുകരിച്ചെന്ന് പറയൂല. അതിനോടൊപ്പം സ്റ്റേജിൽ കയറുമ്പോൾ അനുകരിക്കുന്നത് അത് ആളെ അനുകരിച്ചെന്നും പറയണല്ലോ. എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല. നിനക്ക് വേറെ എന്തല്ല ഒരു പണി ചെയ്യാനും അറിയില്ല. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ അവിടെയുള്ള ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പറയും ഞാൻ ലാലേട്ടനെ അനുകരിക്കാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ വേണം, ലാലേട്ടൻ. ഞാൻ ആദ്യം പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് ഞാൻ ശബ്ദം അനുകരിക്കാറില്ല, രൂപ അത്. പക്ഷെ ലാലേട്ടനെ കാണുന്നവർക്ക് ഞാൻ തിരിഞ്ഞപ്പോ ഭയങ്കര കയ്യടിയായിരുന്നു. ഈ ഓൺലൈനിൽ വന്നപ്പോ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ എനിക്ക് വയ്യ. ചോദ്യോത്തരൊന്നും ഉണ്ടാവില്ല, പെരുമാറിലുണ്ടാവുള്ളൂ, പെരുമാറില്. ഈ ട്രോള് കണ്ടിട്ട് എന്നെ വിദേശ രാജ്യത്തോട്ട് വിളിക്കുന്നു, എന്നിട്ട് അത് ചെയ്യണോട്ടാന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയാണ് അല്ലേ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.